ദിവസം ജി സുധാകരൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മൂന്നാം ഊഴം മുഖ്യമന്ത്രി ഉണ്ടായാൽ അതിന് സന്തോഷം, അതായത് LDF സർക്കാരിന്റെ മൂന്നാം ഊഴത്തിൽ സന്തോഷം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായാൽ അതിൽ അതിയായ സന്തോഷം എന്നുള്ളതായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം. അതിന് പിന്നാലെ UDF അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കും എന്ന വാർത്തകൾ പുറത്തു വന്നു. പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ അതൃപ്തരായിരുന്നു. നേതാക്കളടക്കം ജി സുധാകരന്റെ ആ പ്രസ്താവനയിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും അത് പിൻവലിക്കാതെ പിന്തുണ നൽകുന്ന കാര്യത്തിൽ പുനരാലോചന വേണം എന്നാവശ്യം ഒക്കെ പറയുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ നിർണായകമായ സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ജി സുധാകരൻ ആ നിലപാട് തിരുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മൂന്നാം ഊഴം എന്ന സ്വപ്നം വിഫലമാവുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ CPM-നെ കടുത്ത രീതിയിൽ എതിർത്തും UDF-നെ തലോടിയുമാണ് ജി സുധാകരന്റെ പോസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിക്കുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ അമ്പലപ്പുഴ മണ്ഡലത്തിലാകെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന് നിസ്വാർത്ഥമായ പിന്തുണ നൽകുന്നു എന്നുള്ളത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഒപ്പം തനിക്ക് വേണ്ടി കൃത്യമായി അവർ പ്രവർത്തിക്കുന്നു. ഈ പിന്തുണ അത് ചരിത്രത്തിൽ രജതരേഖയായി അടയാളപ്പെടുത്തും എന്നുള്ളതാണ് ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഒപ്പം ഇടതുപക്ഷത്തെ പൊതുവെ ഈ ഇടതുപക്ഷം അദ്ദേഹത്തെ നേരിടുന്ന ഇടതുപക്ഷം നാട്ടിലാകെ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. പക്ഷേ അതൊന്നും ജനങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നുകൂടി ജി സുധാകരൻ പറയുന്നു. എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏറ്റവും നിർണായകമായ കാര്യം UDF പ്രവർത്തകരുടെയൊക്കെ അതൃപ്തി കണക്കിലെടുത്ത് ആദ്യ നിലപാട് തിരുത്തി ജി സുധാകരൻ മുന്നോട്ട് പോകുന്നു. ഒപ്പം UDF തരാനിരിക്കുന്ന പിന്തുണയെ അദ്ദേഹം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. ഈ പിന്തുണ വിജയം വരെയും തുടരണം എന്നുകൂടി പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്തായാലും കടുത്ത എതിർപ്പുകൾക്കിടെ മുഖ്യമന്ത്രിയെ അനുകൂലിച്ച പ്രസ്താവന ജി സുധാകരൻ തിരുത്തിയിരിക്കുന്നു.